പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദൈവിക വെളിപാടിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവിക വെളിപാടുകളുടെ വ്യാഖ്യാനം, വിശ്വാസ നിക്ഷേപത്തിൻ്റെ വ്യാഖ്യാനം. അതിൽ സഭയുടെ പ്രബോധന അധികാരമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 85-ാമത്തെ ഖണ്ഡിക ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കുവാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധന അധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസവും ഇത് വായിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആശയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആ സജീവ പ്രബോധന അധികാരം എന്നതേക്കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ആധികാരികമായി വ്യാഖ്യാനിക്കാൻ പോകാനുള്ള ധർമ്മം. ഇതാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഒരു ഐക്യം. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം വചനം വ്യാഖ്യാനിക്കാറില്ല. സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനമാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സഭ ഇത്ര മഹത്തായ, ഇത്ര വലിയ ബൃഹത്തായ സഭയിൽ വളരെ ക്രമീകൃതമായ ഒരു ഐക്യത്തിൽ നിലനിൽക്കുന്നത്. അതേസമയത്ത് 16-ാം നൂറ്റാണ്ടിൽ ബൈബിൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചപ്പോൾ പലരും അത് വായിച്ചപ്പോൾ പലർക്കും തോന്നി, ചേട്ടാ ഇതെന്താണ്, ഇങ്ങനെയല്ലല്ലോ സഭയിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന മാതിരി അല്ലല്ലോ ബൈബിളിൽ എഴുതിയേക്കണത്. അതാണ് നമ്മൾ പറഞ്ഞു, ആ പാരമ്പര്യവും ലിഖിത രൂപവും തമ്മിലുള്ള വ്യത്യാസം. പാരമ്പര്യങ്ങളും ലിഖിതവുമായിട്ട് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അത് പഠിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അതിൻ്റെ വ്യാഖ്യാനം സഭാപിതാക്കന്മാർ 16-ാം നൂറ്റാണ്ടിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും എല്ലാം ഉണ്ടായിരുന്ന പിതാക്കന്മാർ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ളത് പഠിച്ചാൽ മതിയായിരുന്നു. ആ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് മതിയായിരുന്നു. അതനുസരിക്കാതെ ചിലവർ അവരവരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് കുറേ പേര് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് പോയി. ആ പോയവരുടെ കൂട്ടായ്മയിൽ അവരിങ്ങനെ ഒരു തത്വം വെച്ചു, ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ എന്ത് സംഭവിച്ചു? അപ്പോൾ ആ പോയ കൂട്ടം ഒരു സഭയായിട്ടാണ് അന്ന് തുടങ്ങിയെങ്കിലും അവരിൽ നിന്നും പിരിഞ്ഞ് എത്ര പറയാം, ഒരു 10,000-കണക്കിന് സഭകളായി മാറി. അല്ലെങ്കിൽ അങ്ങനെ അനേകം, ആർക്ക് വേണമെങ്കിലും അവൻ ബൈബിളിലൊരു വ്യാഖ്യാനം എടുത്തുകൊണ്ട് അവൻ്റേതായ ഒരു സഭയുണ്ടാക്കി. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രബോധന അധികാരം, ആധികാരിക പ്രബോധനം എന്നവിടെ പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് ഇത്രയും വലിയ ആധികാരിക പ്രബോധനത്തിൻ്റെ ഒരു നിക്ഷേപം നമ്മളിലുണ്ട്. അത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൽ നമ്മൾ വളരുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ അഭിഷേകത്തിൽ നിലനിൽക്കും. അഭിഷേകം നമ്മൾക്ക് വേറൊരു അഭിഷേകമാണ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു അഭിഷേകമാണ്, ആ പവർ ഹൗസുമായിട്ടുള്ള അഭിഷേകമാണ്. അപ്പം ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഇനി ഈ ക്ലാസ് ആരെല്ലാം പിന്നീട് കേൾക്കാൻ ഇടയാകുന്നു, ഈ കാര്യം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ ആധികാരികത ഈ പുസ്തകത്തിൽ തന്നെ നമുക്കുണ്ട്. ഈ പുസ്തകത്തിലൂടെ അതുപോലെ ഇതുപോലെയുള്ള ആധികാരികമായ ധാരാളം പ്രബോധന പുസ്തകങ്ങളിലൂടെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിന് വലിയ 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 കരുത്തായിരിക്കും, ശക്തിയായിരിക്കും. അതായത് റോമാ മെത്രാനായ പത്രോസിൻ്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ സൈഡിലുള്ള ഖണ്ഡികകളിൽ 888 മുതൽ 892 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2032 മുതൽ 2040 വരെ അത് ഈ സഭയുടെ പ്രബോധനാധികാരത്തിൻ്റെ ധാർമ്മികതയും സഭയുടെ പ്രബോധനാധികാരവുമാണ്, ധാർമ്മിക ജീവിതവും. ഇതാണ് എപ്പോഴും ആളുകൾക്ക്, സാധാരണ ആളുകളെ സംബന്ധിച്ച് കൺഫ്യൂഷനും അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഡയറക്റ്റ് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ധാർമ്മിക ജീവിതവും സഭയുടെ പ്രബോധനാധികാരവും. അതിൽ നമ്മൾ വായിച്ചത് ഒരല്പം വീണ്ടും വായിക്കുകയാണ്. കാരണം അത് മനോഹരമായ ഒരു കൊട്ടേഷനാണ് ആദ്യം തന്നെ പറയുന്നത്. 2032 സത്യത്തിൻ്റെ സ്തംഭവും കോട്ടയുമായ സഭ. അപ്പോൾ സഭ എന്ന് പറയുന്നത് കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സംവിധാനമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ സംവിധാനമല്ല, ഒരു ഭൂരിപക്ഷ സംവിധാനവുമല്ല, ഒരു പാർലമെൻറ്റേറിയൻ വ്യവസ്ഥിതിയല്ല. അതെല്ലാം നമ്മുടെ അകത്ത് കിടക്കുന്ന തെറ്റായ സിദ്ധാന്തങ്ങളാണ്. അതുപോലെ തന്നെ അപ്പോൾ സഭാരക്ഷാകര സത്യത്തെ അറിയിക്കാനുള്ള ക്രിസ്തുവിൻ്റെ ഗൗരവമേറിയ കൽപ്പന അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ചു. സാമൂഹിക ക്രമത്തെ സംബന്ധിക്കുന്നവ ഉൾപ്പെടെയുള്ള ധാർമ്മിക നിയമങ്ങളെ എല്ലായ്പ്പോഴും എല്ലായിടത്തും അറിയിക്കാനുള്ള അവകാശം സഭയ്ക്കുണ്ട്. ഏത് മാനുഷിക കാര്യങ്ങളെ സംബന്ധിച്ചും അവ മാനുഷിക വ്യക്തിയുടെ മൗലിക അവകാശത്തിനോ ആത്മാക്കളുടെ രക്ഷയ്ക്കോ ആവശ്യമായിരിക്കുന്നിടത്തോളം വിധി തീർപ്പ് നടത്താനുള്ള അവകാശവും സഭയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഭയിൽ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ, എവിടെയാണ് ആ വചനം? പട്ടാളത്തിൽ അംഗമായി കഴിഞ്ഞാൽ പിന്നെ അവൻ പട്ടാള ചട്ടങ്ങളനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവനാണ്. 2 തിമോത്തി 2:2. സൈനിക സേവനത്തിന് ഏർപ്പിക്കപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. വളരെ മനോഹരമാണ് ഇല്ലേ? അപ്പോൾ ആ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ആ സൈന്യാധിപൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇപ്പോൾ നമ്മളിവിടെ രാജാവാണ്. ഈ ക്രിസ്തുവിനെ രാജാവായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ട് നമുക്കെന്താ ശക്തിയില്ലാത്തത്? നമുക്കൊരു രാജകീയ ശക്തിയില്ല. കാരണം രാജാവ് പറയണതൊന്നും നമ്മൾ കേൾക്കില്ല. അതൊക്കെ രാജാവ് ഭയങ്കര കരുണയുള്ള ആളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രാജകീയമായ വലിയ ഒരു സൈന്യമാണ് നമ്മുടെ സ്വർഗീയ രാജകീയ സൈന്യം. അതിൽ നമ്മളിവിടെ അംഗമായിരിക്കണം. ആ സ്വർഗീയമായ കാര്യങ്ങളെല്ലാം നമുക്ക് അവകാശമായി കിട്ടും. പക്ഷേ നമ്മളിവിടെ മമ്മട്ടിയും പിക്കാക്സ് എടുത്തുകൊണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെ പണി ചെയ്തുകൊണ്ട് നടക്കാനാണ് ആഗ്രഹിക്കണേ. അതായത് നമ്മുടെ ബോധ്യത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകണം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകണം. സ്നേഹമുള്ളവരെ, എളുപ്പമാണ് ഈ ഒരു ആശയത്തിൽ വന്നു കഴിഞ്ഞാൽ. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു നിയമവും സുവിശേഷ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരരുത്. ഈ സൈന്യാധിപൻ, ഈ രാജാവ് അതിന് വേണ്ട നിരവധി ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ സഭാപിതാക്കന്മാരും ഇത്രയും ജ്ഞാനികളായ ദൈവശാസ്ത്രജ്ഞന്മാരും ഈ പിതാക്കന്മാർ, കർദിനാൾമാർ, ഈ മെത്രാന്മാർ, എന്തോരം വൈദികർ, ഇവരെല്ലാം ഈ സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് 8, 9, 10 വർഷം ഇരുന്ന് പഠിച്ച് അതിൽ വലിയ വൈവിധ്യം നേടിയിരിക്കുന്നവരാണവർ. അവർ പറയണത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അവർ സഭയുടെ പ്രബോധനങ്ങളെ വ്യാഖ്യാനിക്കുന്നത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ പണ്ട് 10-20 വർഷം മുമ്പാണ് സെമിനാരിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ, വടവാതൂർ സെമിനാരിയിൽ ഏറ്റവും വലിയ സെമിനാരിയാണ് ഭാരതത്തിൽ.
അവിടെ ഒരു അൽമായനെ കൊണ്ട് ധ്യാനിപ്പിക്കാൻ ആദ്യം വളരെ തടസ്സങ്ങളായിരുന്നു. പക്ഷെ അവസാനം അവർ തീരുമാനിച്ചു. അങ്ങനെ തോമസ് പോൾ എന്ന ഒരു അൽമായനെ കൊണ്ട് അവിടെ ധ്യാനിപ്പിക്കാൻ ആ ധ്യാനത്തിൽ അതിൻ്റെ അവസാനം അവിടുത്തെ റെക്ടറച്ചൻ ഒരു താങ്ക്സ് ഗിവിങ് പറയും. ഞാനിപ്പോൾ അത് പറയണില്ല. അത് അത്രയ്ക്ക് വലിയ ഒരു താങ്ക്സ് ഗിവിങ് സെലിബ്രേഷനായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം തിയോളജി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ 5 ദിവസം ഈ ഒരാളിൽ നിന്ന് കേട്ടതിൽ ഒരു തെറ്റും നമ്മൾ കാണുന്നില്ല. ബാക്കി കാര്യം പോട്ടെ. അപ്പോൾ അവിടെ ഞാൻ പറയാവുന്ന കാര്യം ഇതൊന്നുമല്ല. പറയാവുന്ന കാര്യം, അവിടെ വയസ്സായ പല വൈദികരും റോമിലും മറ്റ് പല വിദ്യാപീഠങ്ങളിലും പോയി പഠിച്ച് പ്രാവീണ്യമുള്ള വൈദികർ പലരെയും ഞാൻ കണ്ടുമുട്ടി. ഞാൻ അവരോട് ഇടവേളയിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ ശരിക്കും എൻ്റെ ആത്മാവ് ജ്വലിക്കുകയായിരുന്നു. എന്നാൽ അവരാരും അങ്ങനെ അറിയപ്പെടുന്നവരൊന്നുമല്ല. എന്നാൽ ആരും അവരുടെ അടുത്ത് ചെന്ന് ഒരു ഉപദേശം തേടുന്നില്ല. എനിക്കന്ന് മനസ്സിലാക്കിയ ഭയങ്കര ഒരു വേദനിക്കുന്നൊരു കാര്യം, ഇത്രയും പഠിച്ച ശ്രേഷ്ഠരായ വൈദികരുണ്ടായിട്ട് അൽമായരോ ഇനി മറ്റ് വൈദികരോ വൈദിക വിദ്യാർത്ഥികളോ അവരുടെ ആ പഠിച്ചതിൻ്റെ ആ മൂല്യത്തെ നമ്മൾ പോയിട്ടൊന്ന് സംസാരിച്ച് അവരിൽ നിന്ന് അത് നമ്മളിലേക്ക് കൈമാറാനുള്ള ഒരു ഉത്സുകം കാണിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ പറയണത്, ഇതൊക്കെ സഭയിൽ നമുക്കുള്ള നിധികളാണത്. നമ്മുടെ വികാരിച്ചനാകാം, അല്ലെങ്കിൽ നമ്മുടെ ആ നാട്ടിൽ തന്നെ ഇതുപോലെ വൈദികർ ഉണ്ട്. അവരവിടെ ചിലപ്പോൾ റിട്ടയർമെൻറ്റ് ഹോമിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയിലായിരിക്കാം. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരങ്ങ് ജ്വലിച്ച് സംസാരിക്കും, നമുക്ക് കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, ഈ സഭാപ്രബോധനങ്ങളിൽ പ്രാവീണ്യമുള്ള ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരെ വേണ്ട രീതിയിൽ മുതലെടുക്കുന്നില്ല, അവരെ ഉപയോഗിക്കുന്നില്ല. അവരിതൊക്കെ പഠിച്ചത് നമുക്ക് വേണ്ടിയല്ലേ, ദൈവജനത്തിന് വേണ്ടിയല്ലേ. ഓക്കെ. അപ്പോൾ സത്യത്തിൻ്റെ സ്തംഭവും കോട്ടയുമായ സഭ രക്ഷാകര സത്യത്തെ, അപ്പോൾ ഇവിടെ അതിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത്, അവ മനുഷ്യ വ്യക്തിയുടെ മൗലിക അവകാശത്തിനോ ആത്മാക്കളുടെ രക്ഷയ്ക്കോ ആവശ്യമായിരിക്കുന്നിടത്തോളം വിധി തീർപ്പ് നടത്താനുള്ള അവകാശം സഭയ്ക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠന വിഷയം ആക്കണം. അതിന് ഇനി അടുത്തതാണ്, ഞാൻ ഒരുപക്ഷെ ഇത് പകുതി പറഞ്ഞതായിരിക്കാം, എങ്കിലും ഞാൻ വീണ്ടും അതിലെ അല്പം കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ അജപാലകന്മാരുടെ പ്രബോധന അധികാരം ധാർമ്മിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മതബോധനത്തിലും പ്രഘോഷണത്തിലും കണ്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നമുക്ക് ചുറ്റും വളരെ വളരെ പോപ്പുലറായി കഴിഞ്ഞതോടെ ആർക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ പറയാമെന്നുള്ളതായി. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പം ഞാൻ അവരാരെയും വിമർശിക്കുക, കുറ്റം പറയുകയല്ല ചെയ്യണത്. നമ്മുടെ അജഗണത്തിനെ രക്ഷിക്കേണ്ട ഒരവസ്ഥയിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറയാണ്. ധാർമ്മിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും വീക്ഷണം അനുസരിച്ചിട്ടല്ല, മതബോധനത്തിലും പ്രഘോഷണത്തിലും ദൈവശാസ്ത്രജ്ഞന്മാരുടെ ആധ്യാത്മിക ഗ്രന്ഥകാരന്മാരുടെയും സഹായത്തോടെ നിർവഹിക്കപ്പെടുന്നു. ഇത്രയും. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും പെട്ടെന്നൊരാശയം തോന്നി, അതെന്താ മാർപ്പാപ്പ അങ്ങനെ പറയണേ, ആ വചനം എഴുതിയേക്കണ അനുസരിച്ച് തെറ്റല്ലേ എന്നും പറഞ്ഞ് ഉടനെ ഒരു വീഡിയോ ഇറക്കി. അതുടനെ വൈറലായി, ആളുകൾക്ക് ഭയങ്കര രസം കേൾക്കാൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ കണ്ടോ. ധാർമ്മിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മതബോധനത്തിലും പ്രഘോഷണത്തിലും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ആധ്യാത്മിക ഗ്രന്ഥകാരുടെയും സഹായത്തോടെ നിർവഹിക്കപ്പെടുന്നു.
അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുകയാണ്, ഒരു സംഭവത്തിൽ നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ധാർമ്മികമായിട്ടുള്ളൊരു തീർപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇത്രയും അതിനു വേണ്ടിയുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള സഭാധികാരികളുണ്ട്, അവരിലൂടെ അത് നീങ്ങണം. വേറെ ആരും മറ്റൊരാളെ വിമർശിച്ചുകൊണ്ടോ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അവരുടെ ബോധ്യം ഇതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ശരിയല്ല. സഭയിൽ അംഗങ്ങളായുള്ളവർ അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ആ സഭാധികാരികൾക്ക് വല്ല വില കൊടുത്തോ? ആ സഭാധികാരികളെ നമ്മൾ വില വയ്ക്കുന്നുമില്ല. സഭയുടെ ആ ഔദ്യോഗിക ശ്രേണിയുമായിട്ട് അഭിഷേകത്തിൽ നമ്മൾ വിട്ടു. സഭയുടെ ഔദ്യോഗിക അഭിഷേകത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ സഭയിൽ അതിൻ്റെ പുസ്തകങ്ങളും പ്രബോധനങ്ങളും എല്ലാം ഉണ്ട്. അതെടുത്ത് പഠിച്ച് അത് വേണ്ടപ്പെട്ട ആളുകളോട്, രൂപതയിലെ ചാൻസലറോട്, രൂപതയുടെ മെത്രാനച്ചനോട്, അവരോടൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അവർക്ക് അതിനെക്കുറിച്ച് എഴുതാം, അവരതിനെ ശ്രദ്ധിക്കാം, അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അങ്ങനെ അവരിലൂടെ നീങ്ങണം. നമ്മൾ സ്വന്തമായിട്ട് ഇതിനെതിരെ ഞാൻ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പറയണത് അതിപ്പോൾ വളരെ വളരെ വലിയ ഒരു പ്രാക്ടീസ് ആയിരിക്കാം. അപ്പോൾ അത് വാസ്തവത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യരുത്. അത് നമ്മൾ ചെയ്യരുത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാണ്ട് എന്താ. അപ്പോൾ അതിൻ്റെ കാരണം ഈ സഭയുടെ ഈ പ്രബോധന അധികാരത്തെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യമില്ലാഞ്ഞിട്ടാകാം. ഇനി അടുത്ത് കേട്ടോട്ടോ. അങ്ങനെ അജപാലകരുടെ നേതൃത്വത്തിന് ജാഗ്രതയ്ക്കും കീഴിൽ ക്രൈസ്തവ ധാർമ്മിക പ്രബോധനങ്ങളുടെ നിക്ഷേപം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റപ്പെടുത്തും. ഇവിടെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ധാർമ്മിക പ്രബോധനങ്ങളുടെ. എന്നിട്ട് ഞാൻ 1-2 ഉദാഹരണം പിന്നെ പറയാം. ആ നിക്ഷേപം കണ്ടോ. ഇനി ആ നിക്ഷേപം ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹത്താൽ സജീവമാക്കപ്പെട്ടവയുമായ നിയമങ്ങളുടെയും കൽപ്പനകളുടെയും സുഹൃതങ്ങളുടെയും സവിശേഷ സഞ്ചയമാണ്. ഇപ്പം 2 വാക്ക് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നിക്ഷേപം ക്രിസ്തുവിലുള്ള, ഇത് ഞാൻ പണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഈ വാക്ക്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പുറപ്പെടുന്നവയും സ്നേഹത്താൽ സജീവമാക്കപ്പെട്ടവയുമായ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും ഇന്നത്തെ സമകാലീന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ എല്ലാവരും ഹോമോസെക്ഷുവാലിറ്റി. അതൊരു ക്ലിയറായിട്ടുള്ളൊരു ധാർമ്മിക കാര്യമാണ്, ധാർമ്മിക പ്രശ്നമാണ്. ആ ധാർമ്മിക പ്രശ്നത്തെക്കുറിച്ച് സഭയ്ക്ക് കൃത്യമായ പഠിപ്പിക്കലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒന്ന്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പുറപ്പെടുന്നവയും സ്നേഹത്താൽ സജീവമാക്കപ്പെട്ടവയും. അപ്പോൾ ഈ ധാർമ്മിക പ്രശ്നത്തിന് പരിഹാരം, നമ്മൾ പഴയ നിയമത്തിൽ സോദോം ഗൊമോറയിൽ അവർ ഹോമോസെക്ഷൽസ് ആയിരുന്നത് കൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു എന്ന ആ വചനം എടുത്തുകൊണ്ട് ഇന്ന് അതനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ അത് ശരിയാവില്ല. നമ്മളിപ്പോൾ ആ സോദോം ഗൊമോറയോ അല്ലെങ്കിൽ അതിനേക്കാളും ഭയാനകമായ തിന്മ ഏറ്റെടുക്കാനാണ് യേശു ക്രിസ്തു വന്നത്. നമ്മൾ ക്രിസ്തു രാജാവാണെന്ന് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? ക്രിസ്തു ഈ തിന്മയുടെ മേലും പാപത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും വിജയം വരിച്ചിരിക്കുന്നു. ആ വിജയിച്ച അവസ്ഥയിലൂടെ നമ്മളതിനെ കാണണം. ആ വിജയിച്ച ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ നമ്മളതിനെ കാണണം. ആ വിജയിച്ച ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നവയും സ്നേഹത്താൽ സജീവമാക്കപ്പെട്ടവയുമായ, അതാണ്. അപ്പോൾ അവിടെ ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലൂടെ ഉള്ള സ്നേഹം. ഏത് സ്നേഹം? ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു. അപ്പോൾ ഇത് രണ്ടിലൂടെയും അത് കാണുമ്പോൾ
ഞാൻ പറഞ്ഞു മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു വീട്ടിൽ 4 മക്കളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉദ്ദേശിച്ചോ 4 മക്കളുണ്ട്. നമ്മളുടെ കാര്യം ഓർക്കും. നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ മിക്കവാറും ഒരുപാട് മക്കളുള്ളവരാണ്, നമ്മൾ പ്രായമായവരാണ്. നമ്മുടെ വീട്ടിൽ 4 മക്കളുണ്ട്. അതിനകത്ത് ഒരാൾ ഒരു ഹോമോസെക്ഷലാണ്. അവനെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെയാണ് ക്രൈസ്തവ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവ ധാർമ്മികതയിൽ 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, പാപം. ശരിയാണ്, ഹോമോസെക്ഷുവാലിറ്റി ഈസ് എ സിൻ, പാപം. 2, പാപി. പാപി ആരാണ്? എൻ്റെ മകനാണ്. അവൻ മകനായതുകൊണ്ട് ആ പാപത്തെ നമ്മൾ അനുകൂലിക്കുന്നില്ല. പാപം പാപം തന്നെയാണ്. പക്ഷേ പാപി മകനാണ്. അപ്പോൾ ഇതാണ് സഭയുടെയും കാഴ്ചപ്പാട് നോക്കേണ്ടത്. അപ്പോൾ ധാർമ്മികതയിൽ, അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചപ്പാടിലൂടെ സഭ അതിനുള്ള പ്രബോധനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടിൽ ഈശോയുടെ കാഴ്ചപ്പാടാണ്. ഈശോ വന്നപ്പോൾ ഈശോ പറഞ്ഞത് തന്നെ അതാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മഹാപാപിയുണ്ട്. മദ്യപാനിയാകാം, അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആകാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഈശോ മിശിഹ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര വിശുദ്ധരാണ്. അവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, കുർബാന സ്വീകരിക്കണു. അവരെ സംബന്ധിച്ച് ഈശോ മിശിഹായ്ക്ക് യാതൊരു പറയില്ല, അവരെൻ്റെ ഭാഗത്താണ്. ഈശോ മിശിഹായുടെ കൺസേൺ ആരിലാണ്? ഇതൊന്നും ചെയ്യാതെ ധാർമ്മികമായ പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരാൾ. എന്നാൽ അവൻ നമ്മുടെ മകനാണ്. അവനെ നശിക്കാൻ വിട്ടുകൊടുക്കണോ, അവനെ രക്ഷിക്കണോ? ഇതാണ് നമ്മുടെ വെല്ലുവിളി. അതാണ് ധാർമ്മികതയെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ധാർമ്മികതയിൽ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ഡിഫറൻസ് നമ്മൾ അറിയണം. പാപിയും പാപവും തമ്മിലുള്ള വ്യത്യാസം അറിയണം. നമ്മൾ അത് മനസ്സിലാകാതെ പാപിയെ പാപമായിട്ട് കാണരുത്. അതുകൊണ്ട് അവന് തുടരുത്, അവരെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹം. അവനെ പുറത്താക്കാനല്ല ദൈവം വന്നിരിക്കുന്നത്, അവൻ്റെ പുറകെ പോയി അവനെ നേടാനാണ്. അതാണ് ഒരുപാട് സംഭവങ്ങളിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. വഴിതെറ്റിപ്പോയ ആടിൻ്റെ പുറകെ പോയ ശിഷ്യൻ, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ, അവൻ പോയി സകലതും നശിപ്പിച്ച് അവൻ ധാർമ്മികമായി അധപ്പതിച്ചു. അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ വീട്ടിൽ കയറ്റാതിരുന്നോ? അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. കണ്ടോ? അവനെന്തെല്ലാം തിന്മ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ്റെ പിതാവ് അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. അപ്പോൾ ഇതാണ് സഭയുടെ ധാർമ്മികതയുടെ ഒരു വശം. അപ്പോൾ ഇത് പുതിയ നിയമമാണത്. പഴയ നിയമത്തിൽ അല്ല നമ്മൾ ഈ കാര്യത്തിൽ. എന്നാൽ പഴയ നിയമം ഈ പുതിയ നിയമത്തിൻ്റെ ആരംഭമാണ്. നിയമം കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനാണ്. അങ്ങനെ അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത്. ഈശോ അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം മോശ വഴി വന്നു. അതുകൊണ്ട് നമുക്ക് പാപം എന്തെന്ന് മനസ്സിലായി. കൃപയാകട്ടെ യേശു വഴി വന്നു. കണ്ടോ? ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നിയമത്തിലൂടെ ഒരാളുടെ പാപത്തെ മനസ്സിലായി പാപിയെ മനസ്സിലാക്കണം. പാപിയെയാണ് ഈശോ സ്നേഹിക്കുന്നത്, പാപത്തെ അല്ല. അപ്പോൾ ഇത് വളരെ സരളമായ ഒരു കാഴ്ചപ്പാടാണ്. ഈ രീതിയിൽ നമ്മൾ നീങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രബോധനത്തെ മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ മാർപ്പാപ്പയെയും സഭയുടെ പ്രബോധനത്തെയും വിമർശനാത്മകമായി സഭയിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ ശക്തിയില്ലാതാവുകയാണ്. നമ്മളിരിക്കണ കൊമ്പിനെ വെട്ടുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? നമ്മളിരിക്കണ കൊമ്പിനെ തന്നെ നമ്മൾ വെട്ടണമെന്ന് പറയാറില്ലേ? അതാണ്. അത് കേൾക്കണത് കൊണ്ട്
അപ്പോൾ ചിലർ അയ്യോ ആളുകളെ ഞെട്ടിക്കുന്നു. എനിക്കിത് കേട്ടിട്ട് ഒരു ഞെട്ടലുണ്ടാവുന്നില്ല, കാരണം സഭയുടെ പ്രബോധനം കൃത്യമാണ്. അപ്പോൾ പലരും എന്നോട് ഇത് ചോദിക്കുന്നുണ്ട്, ബ്രദർ ഇങ്ങനെ എന്താ പറയണത്, ഇങ്ങനെ എന്താ മാർപ്പാപ്പ പറഞ്ഞെന്ന് ഇവർ പറയണത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മൾ ഈ മേഖലയിൽ വളരെയധികം അറിവ് നേടാനുണ്ട് എന്നേ ആവശ്യമുള്ളൂ, എന്നേ മനസ്സിലാക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെറിയ മെസ്സേജിൽ ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഇത് വീണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ. അതായത് പരിശുദ്ധാത്മാവ്, നമ്മൾ ഈശോ പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും കേട്ടോ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് മനസ്സിലാകുന്നയാൽ തന്നെയും പ്രബോധന അധികാരത്തിൻ്റെ ആ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഇത് എളുപ്പം മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇത് മാർപ്പാപ്പ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇതുപോലെയാണ് ആമസോൺ സിനഡ് നടക്കുന്ന സമയത്ത് പഞ്ചമാമ എന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ബഹളമായിരുന്നു. ആ ആമസോൺ ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാവ്, അവർ അമ്മയായിട്ട് മാതാവായിട്ട് കണക്കാക്കുന്നതാണ് അവരുടെ പഞ്ചമാമ. ഇപ്പം നമ്മളെ നാട്ടിൽ ഉദാഹരണത്തിന് വേളാങ്കണ്ണിയിലെ മാതാവിനെ ഇവിടെ യൂറോപ്പിലെ ഫാത്തിമയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമയിലെ മാതാവിൻ്റെ മാതിരിയൊന്നും അല്ലല്ലോ ഈ മാതാവ്. ഇത് ഒരു സാരിയെ കൊടുത്ത് ഒരു ഹിന്ദു സ്ത്രീയുടെ മാതിരി കാണുന്നു. ഇത് പാഷാണ്ഡതയാണെന്ന് അവർ ചിലപ്പോൾ പറയാം. ഞാൻ പറയാൻ കേട്ടോ, ഒരു ഉദാഹരണം പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വേളാങ്കണ്ണിയിലെ മാതാവ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുത ആണ്. എന്ന മാതിരി ഇപ്പോൾ ആഫ്രിക്കയിലെ മാതാവ് നമ്മുടെ മാതാവിൻ്റെ മാതിരി ഇരിക്കില്ല. ആഫ്രിക്കയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന സിമ്പിൾസ് ആഫ്രിക്കക്കാരുടെ മാതിരി ഇരിക്കും. ചിലപ്പോൾ ബ്ലൗസ് പോലും ഉണ്ടാവില്ല, കാരണം അവിടുത്തെ ജാതിക്കാരങ്ങനെയാണ്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് മാതാവ് പലർത്തും പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ഐൻസ്റ്റീഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ പേര് തന്നെ കറുത്ത മാതാവ് എന്നാണ്. കറുത്ത മാതാവ്, നല്ല കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന ഒരു സ്റ്റാച്ചു. എന്നാൽ എന്തോരാളുകളാണ് അവിടെ വന്ന് കൂടുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ആ കറുത്ത മാതാവ് കറുത്തിരിക്കുമോ? മാതാവ് ഇതുപോലെ കറുത്തിരിക്കണമെങ്കിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാന്മാരും എല്ലാം ഉണ്ടായിരുന്നതിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ഉടനെ അതിനെതിരായിട്ട് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർപ്പാപ്പ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മാർപ്പാപ്പ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് വീഡിയോ ഇറക്കി വലിയ പ്രമാദമുണ്ടാക്കി. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രേ നമ്മുടെ അറിവുള്ളൂ എന്നേ മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രണ്ട് സംഭവത്തിലൂടെ, അതുപോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തിരുത്തെഴുതി എന്ന് പറഞ്ഞിട്ട് ബഹളം. അപ്പം ഇതെല്ലാത്തിൻ്റെ കാരണം നമ്മൾ സഭയുടെ പ്രബോധന അധികാരത്തിനെ മാനിക്കാതെ, ആ പ്രബോധന അധികാരത്തിൻ്റെ ജ്ഞാനം മനസ്സിലാക്കാതെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടേതായ യുക്തിയിൽ വീഡിയോ ഇറക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇത് ഞാൻ പറയണത്, ഈ തെറ്റിദ്ധാരണകൾ മാറി നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗത്തിൻ്റെ വീഡിയോ ചോദിച്ചാൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു. നിങ്ങളത് കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് മൈൻഡ് വരും. നമ്മുടെ അപ്പനെക്കുറിച്ച് നമുക്കൊരറിവ് വരും. നമ്മുടെ അപ്പൻ, ഇപ്പം എൻ്റെ അപ്പനെക്കുറിച്ച് അയൽവക്കക്കാർ വീഡിയോ ഇറക്കണമെന്ന് ഞാൻ നോക്കണോ? എൻ്റെ അപ്പനെ എനിക്കറിയാം. എൻ്റെ അപ്പനെ വർഷങ്ങളായിട്ട് ഞാൻ അറിയണതാണ്. എൻ്റെ അപ്പൻ്റെ മനസ്സെനിക്കറിയാം, എൻ്റെ അപ്പൻ്റെ ചിന്ത എനിക്കറിയാം, എൻ്റെ അപ്പൻ്റെ ഹൃദയം എനിക്കറിയാം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അല്ലെന്ന് ഒരു വചനത്തെയോ ഒരു പ്രബോധനത്തെയോ അല്ല നോക്കേണ്ടത്. അപ്പോൾ സഭയുടെ മൈൻഡ്, ദ മൈൻഡ് ഓഫ് ചർച്ച് എന്ന് പറയും, ദ മൈൻഡ് ഓഫ് ചർച്ച്, അത് നമ്മൾക്ക് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാർപ്പാപ്പയും ഒന്നും ചെയ്തിട്ടില്ല ഇന്നേ വരെ. ദ മൈൻഡ് ഓഫ് ദ ചർച്ച്, അതിനാണ് മൈൻഡ് ഓഫ് ദ ചർച്ച്, സഭയുടെ മനസ്സ്. അപ്പോൾ ഞാനിത് പറയണത്, നമുക്ക് കുറേ പേരെങ്കിലും
ആ മാർപ്പാപ്പയുടെ മനസ്സറിഞ്ഞ് ഇപ്പം ഇന്നലെ മാർപ്പാപ്പ ക്രിസ്തുരാജൻ്റെ തിരുനാളിന് നടത്തിയ പ്രഘോഷണം ഞാനത് മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു ഭാഗം എന്നെ വളരെ വളരെ ലളിതമായൊരു ഭാഗമാണ് കേട്ടോ. ഞാനതെടുത്ത് പറയാണ് നമ്മളുടെ ചോയ്സാണെല്ലാം. എവറിത്തിങ് ഈസ് അക്കോർഡിംഗ് ടു അവർ ചോയ്സ്. ദൈവം എല്ലാം തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ചോയ്സാണ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണു. ഇഫ് യു ചൂസ് ടു സ്റ്റീൽ വി ബിക്കം എ തീഫ്. നീ കട്ടെടുക്കുക എന്നുള്ളതാണ് നീ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നീ ഒരു കള്ളനായി മാറും. ഇഫ് യു ചൂസ് ടു തിങ്ക് അവർ സെൽഫ് യു ബിക്കം സെൽഫ് സെൻറ്റേഡ്. നീ നിൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നീ ഒരു സ്വാർത്ഥനായി മാറും. ഇഫ് യു ചൂസ് ടു ഹേറ്റ്, നീ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ യു ബിക്കം ആംഗ്രി. ഇഫ് യു ചൂസ് ടു സ്പെൻഡ് അവേഴ്സ് ഓൺ സെൽഫോൺ വി ബിക്കം അഡിക്റ്റ് ടു ദിസ്. നീ കുറേ മണിക്കൂർ സെൽഫോണിൽ ചിലവാക്കുകയാണെങ്കിൽ നീ അതിൻ്റെ അഡിക്ഷനിലാവും. യെറ്റ് എന്നാൽ ഇഫ് യു ചൂസ് ഗോഡ്, എന്നാൽ വേറെ നിനക്ക് ചൂസ് ചെയ്യാം. ഇഫ് യു ചൂസ് ഗോഡ് ഡെയിലി വി ഗ്രോ ഇൻ ഹിസ് ലവ്. എന്നാൽ എല്ലാ ദിവസവും അവിടുത്തെ സ്നേഹത്തിൽ നീ വളരും. ആൻഡ് ഇഫ് യു ചൂസ് ടു ലവ് അതേഴ്സ് വി ഫൈൻഡ് ട്രൂ ഹാപ്പിനെസ്. അല്ല ഇത് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ല ഇതാണ്. എന്നാൽ പ്രബോധനത്തിൻ്റെ അങ്ങേയറ്റ കാര്യം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുഴുവൻ മലയാളം ടെക്സ്റ്റ് വന്നിട്ടില്ല. ഇന്നതിൻ്റെ ഒരു സംക്ഷിപ്തമേ വന്നിട്ടുള്ളൂ. നാളെ ആകുമ്പോഴേക്കും അത് വരുമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇറക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം അവൈലബിളാണ്. ഇന്ന് രാവിലെ കൊടുത്ത പ്രസംഗം നമുക്കത് ലൈവ് കേൾക്കാം. ഉച്ചയാകുമ്പോഴേക്കും അത് വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു. അത് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടിയിരിക്കുന്നു. നമ്മളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. ഇത്രയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്നവരല്ലേ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ കക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നീ കള്ളനാവും. നിൻ്റെ ഫ്രീഡമാണ്. യു ക്യാൻ ചൂസ്. എന്നാൽ നീ ദൈവത്തെ നേടാൻ തീരുമാനിക്കുകയാണെങ്കിലോ ഇഫ് യു ചൂസ് യു വിൽ ബി ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. നീ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തീരുമാനിക്കുകയാണെങ്കിലോ നിനക്ക് ട്രൂ ഹാപ്പിനെസ്, നിനക്ക് വലിയ ആനന്ദം കിട്ടും. അപ്പോൾ ഇങ്ങനെ ധാർമ്മികതയുടെ പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് ആ നിക്ഷേപം ക്രിസ്തുവിലുള്ള വിശ്വാസം. ഈ പഴയ നിയമത്തിലെ ആളുകൾക്ക് ആർക്കും ക്രിസ്തുവിലുള്ള വിശ്വാസമില്ല. ക്രിസ്തു വന്നിട്ടില്ല. 2 സ്നേഹത്താൽ സജീവമാക്കപ്പെട്ടവ എന്നും വയും നിയമങ്ങളുടെയും കൽപ്പനകളുടെയും സുഹൃതങ്ങളുടെയും സവിശേഷ സഞ്ചയമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കാം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുക, നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കുക. നമ്മളുടെ സമൂഹത്തിൽ ധാരാളം നല്ല മനുഷ്യരുണ്ട്. എന്നാൽ അതേസമയം ആ ലെവലിലേക്ക് എത്താത്ത വളരെ തളർന്ന ആത്മാക്കളുണ്ട്. ആരെയാണ് കർത്താവിന് വേണ്ടത്? ഇവിടെയാണ് നമ്മളുടെ ബോധ്യം, നമുക്കുണ്ടാകേണ്ട വലിയൊരു തിരിച്ചറിവ്. നമ്മൾ സാധാരണ നല്ല മനുഷ്യരെ പൊക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരിത് ചെയ്യുന്നു. പക്ഷെ അതല്ല കർത്താവിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല. വേറെ ഒന്നും ഉണ്ടല്ലോ, അവരെൻ്റെ കൂടെയാണ്. എന്നാൽ ഇവർ എൻ്റെ കൂടെ അല്ല, ഇവരെ നേടണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2034 ഖണ്ഡികയിലേക്ക് പോകാം. റോമാ മാർപ്പാപ്പയും മെത്രാന്മാരും ക്രിസ്തുവിൻ്റെ അധികാരമുള്ള ഇതെല്ലാം വായിക്കുമ്പോൾ ശരിക്കും കത്തുകയാണ് നമ്മൾ. അവരാരാ? നമ്മൾ അവരെക്കുറിച്ച് കേട്ടേക്കണ ചില കിംവദന്തികളൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിൽ കാണുന്നത്. അവരാരാ? ക്രിസ്തുവിൻ്റെ അധികാരമുള്ള. ഇത് സമ്മതിക്കാമോ? ഇത് സമ്മതിച്ചാലേ നമ്മൾക്ക് അതിനകത്ത് അഭിഷേകം കിട്ടുള്ളൂ. പിന്നെ ക്രിസ്തുവിൻ്റെ അധികാരം. അപ്പം ഇതെന്ത് ബേസിസിൽ സമ്മതിക്കണം? അതാണ് പ്രബോധനത്തിൻ്റെ ബേസിസിൽ സമ്മതിക്കണം. ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അധികാരം പരമ്പരാഗതമായിട്ട് അവരിലേക്ക് കടന്നു വന്നിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടാകണം. അപ്പോൾ നമ്മൾക്ക് അവരോടുള്ള ബഹുമാനവും
അവരിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം. ഞാൻ എപ്പോഴും ഒരു പിതാവുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ, ഈവൻ അച്ഛന്മാരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ആ സംസാരം കഴിയുമ്പോൾ ഞാൻ പറയും, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ, എനിക്കൊന്ന് ആശീർവാദം തരണേ. അപ്പോൾ ആ ആശീർവാദം ഞാൻ സ്വീകരിക്കും. എനിക്കത് ഭയങ്കര അഭിഷേകമാണ്. ക്രിസ്തുവിൻ്റെ അധികാരമുള്ള ആളാണ്. ആ വ്യക്തി എന്നെ ആശീർവദിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആശീർവാദം എനിക്ക് കിട്ടുകയാണ്. ഐ ബിലീവ് ഇറ്റ്. എനിക്കത് അനുഭവമാണ്. അതാണ് റോമ മാർപ്പാപ്പയും മെത്രാന്മാരും ക്രിസ്തുവിൻ്റെ അധികാരമുള്ള ഔദ്യോഗിക പ്രബോധകർ എന്ന നിലയിൽ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളോട് അവർ വിശ്വസിക്കേണ്ട വിശ്വാസവും പ്രായോഗികമാക്കേണ്ട ആചാരവിധികളും പ്രസംഗിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഞാനൊരു അഡ്വാൻറ്റേജിന് പറയാണ്, നമ്മൾ ഈ പിതാക്കന്മാരും ഔദ്യോഗിക പ്രബോധകരും പിതാവും ഇവരെല്ലാം ക്രിസ്തുവിൻ്റെ അധികാരമുള്ളവരാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു ശക്തിയാണ് നമുക്ക് അപ്പോഴാണ് ആ അഭിഷേകത്തിൻ്റെ ഒരു ഫ്ലോ നമ്മിലേക്ക് വരുന്നത്. മറിച്ച് നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ, നമ്മൾ അവരെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ആ അധികാരത്തെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് വ്യക്തിയാണ്. മറിച്ച് ഐ ആം നോട്ട് എൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ, ഐ ആം എ മെമ്പർ ഓഫ് ദ ചർച്ച്. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരാളാണ്. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് സ്ഥാനാർത്ഥി അല്ല. ഞാൻ കർത്താവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ മുദ്ര കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ മുദ്ര കിട്ടിയെങ്കിലും ഞാൻ അതിൻ്റെ ആ രാജകീയ ശ്രേണിയിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പയെയും മെത്രാനെയും വൈദികനെയും ആ ഫ്ലോ ഡയഗ്രത്തിനെ നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ് നമ്മൾക്ക് അഭിഷേകം ഉണ്ടാകും. ഇത് ഞാൻ വളരെ ക്ലിയറായിട്ട് എൻ്റെ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ 25 വർഷത്തെ സുവിശേഷ വേലയിൽ അനേകം അനുഭവങ്ങളാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. അത് ഒരിക്കൽ പോലും എനിക്ക് ഒരു വൈദികനെയോ ഒരു ബിഷപ്പിനെയോ മാർപ്പാപ്പയോ ഒരിക്കലും ഒരു വാക്ക് അങ്ങനെ എനിക്ക് അവരോട് വില കുറഞ്ഞ രീതിയിൽ ചിന്തിക്കാൻ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് ആ അഭിഷേകത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും ആ ശക്തിയിൽ വളരണം. അതൊരു അഭിഷേകമാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല അഭിഷേകം തന്നിരിക്കുന്നത്. നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മൾ സഭയുമായിട്ട് ഒന്നായിട്ടാണ് അഭിഷേകം വന്നിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി എളുപ്പം മനസ്സിലാകും നമുക്ക്. വലിയൊരു പോയിൻ്റാണിത്. ക്രിസ്തുവിൻ്റെ അധികാരമുള്ള ഔദ്യോഗിക പ്രബോധകർ. ക്രിസ്തുവിൻ്റെ അധികാരമുള്ള ഔദ്യോഗിക പ്രബോധകർ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.